ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിട്ടോ, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ തേജുവിനൊന്ന് മിസ് ചെയ്യൂട്ടോ, കാരണം തേജു വീട്ടിലായോണ്ട് നമ്മളിത് ഒറ്റയ്ക്കായിട്ടൊന്ന് പോണത്. ഒറ്റയ്ക്ക് ഞാനും വിൻഷാനും കൂടിയിട്ട് നമ്മുടെ മിത്ര ചേച്ചിയുടെ അടുത്തേക്കായിട്ട് പോകണം. തേജു എങ്ങനെ മണത്തറിഞ്ഞു തോന്നുന്നു. ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയത്. കുട്ടി കറക്റ്റ് ടൈമിൽ ഇതേ വീഡിയോ കോൾ ചെയ്തേക്കുന്നു കേട്ടോ. അത് ഉണ്ണി ഇറങ്ങാന്നും പറഞ്ഞു ഉണ്ണീനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയാ, പുറത്താണല്ലോ വീട്ടിലല്ലോ എവിടേക്കാ പോയിക്കണമെന്നൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതേ മിത്ര ചേച്ചിയുടെ അടുത്താന്നും പറഞ്ഞിട്ട് മിത്ര ചേച്ചിനെയും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തു. എല്ലാ വീഡിയോസിലും ഞാൻ ഇടയ്ക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ചേച്ചിയുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പൊ വല്ലപ്പുഴയാണ് ചേച്ചിയുടെ ഷോപ്പ് വരുന്നത്. വല്ലപ്പുഴ റെയിൽവേ പാലം ഇല്ലേ, അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ സ്കൂളിന്റെയും പള്ളിയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നീള ബേക്കറി ഉണ്ട്. അതിന്റെ നേരെ മുകളിലാട്ടോ ചേച്ചിയുടെ ഷോപ്പ് വരണം. മിത്ര ബ്രൈഡൽ സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എപ്പോഴത്തെയും പോലെ തന്നെ ഹെയറിന്റെ പണിക്ക് തന്നെയാണ്. അപ്പൊ ഇന്ന് ഞാനിത് സ്മൂത്തനിങ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഞാനിപ്പോ ഒരു 9 മാസം 10 മാസം ഒരു വർഷം ആകുമ്പോഴേക്കും ഞാനിപ്പോ 2 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇയർ ടു ഇയർ മാത്രം സ്മൂത്തനിങ് ചെയ്ത് പോവാറുണ്ട്. കൂടുതലും വരുന്ന കമന്റ്സ് തന്നെയാണ് കേട്ടോ, എന്റെ ഹെയർ എന്താ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ സ്മൂത്തനിങ് ആണ് ചെയ്തിരിക്കുന്നത്, ഫുൾ ഹെയർ അല്ല കേട്ടോ, ഇയർ ടു ഇയർ ആണ് ചെയ്യുക. നമ്മുടെ ഈ ചെവിയുടെ ആ ഒരു 2 സെക്ഷൻ മാത്രമായിട്ട് ചെയ്യുന്നുള്ളൂ. ഞാനൊരു 4-5 വർഷം മുമ്പ് ഫുൾ ഹെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം എൻ്റെ മുടി ഫുള്ള് ഡാമേജ് ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യരുതെന്ന്. എങ്കിലും കൂടിയിട്ട് ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം സ്മൂത്തനിങ് ചെയ്ത് ഇടാറുണ്ട്. ചെയ്താൽ മാത്രം പോരാട്ടോ, നമ്മൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഹെയർ സ്പാ ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നമുക്ക് അതേപോലെ കൊണ്ടുപോകാൻ പറ്റൂട്ടോ. അപ്പൊ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഹെയർ അങ്ങനെയാണ് കെയർ ചെയ്യണത്. കൂടുതലും ഓയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഹെയർ സ്പായും ട്രീറ്റ്മെന്റും ഒക്കെ നല്ല രീതിക്ക് അതുപോലെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കണ ഇരുത്താണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ, ഫുൾ ഹെയർ ചെയ്യാറില്ല കേട്ടോ. ഇനി ഇതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ കമന്റ് സെക്ഷനിൽ ചേച്ചിയുടെ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. മൊത്തത്തിൽ ഇതേ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിൽക്കണം നിപ്പാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പൊ വിൻഷേട്ടൻ സ്കൂട്ടിമേ നമ്മുടെ ലാലൂസ് കിച്ചണിലേക്ക് പോകാനാട്ടോ ഞങ്ങളുടെ പ്ലാന്. ഞാനും മിത്രേച്ചിയുടെ ഹസ്ബൻഡും ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇതേ കാറിലും പോന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തുമ്പോഴേക്കും മിൻഷേട്ടൻ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സദ്യ ഉണ്ട് കേട്ടോ, ചോറ്, സാമ്പാർ, അവിയൽ, ഉപ്പേരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ ഫുഡ് ഉണ്ടാവില്ലേ എന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇതേ കുറച്ച് നേരം അവരോട് സംസാരിച്ചിട്ട് നമ്മളിത് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ആദ്യം നമ്മൾ വീട്ടിലെത്തി വിൻഷേട്ടൻ മേലൊക്കെ കഴുകിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ തേജുവിന് വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, പിണക്കത്തിലാ തോന്നുന്നു. പിന്നെ കുട്ടി ഓക്കെ ആയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഇതേ കുഞ്ഞിച്ചക്കൻ്റെ അടുത്ത് കുറച്ച് നേരം വന്ന് കിടന്നു കേട്ടോ. ചെക്കനാണെങ്കിൽ ഉറക്കത്തുനിന്നൊക്കെ എണിച്ചിട്ട് നല്ല മൂഡിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴേ ഫുഡ് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അമ്മമ്മ ഉണ്ടാക്കിയ തണ്ണിമത്തൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. അതും മുളക് വറുത്തതും ചിക്കൻ വറുത്തതും ചമ്മന്തിയും എല്ലാതും കൂട്ടിയിട്ട് ഇതേ നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മുടെ തേജപ്പൻ്റെ ഡാൻസും കളിയൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മളിതേ കുഞ്ഞിച്ചക്കനെ ഉറക്കാൻ നോക്കാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.